ഇൻസ്റ്റന്റ് അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുകയാണ്. ജനങ്ങൾ ശ്രദ്ധിക്കുക. അതിശക്തമായ മഴയാണ് സംസ്ഥാനത്ത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ജനങ്ങൾ ജാഗ്രത വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിലായിട്ട് ഈ ജില്ലകളിലൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലേക്കാണ് കാറ്റ് വീശിയേക്കാൻ സാധ്യത ഉണ്ട് എന്ന് അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ശക്തമായ കാറ്റിൽ മഴയിലും മരക്കൊമ്പുകൾ വീണും മറ്റും വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ അതുപോലെ ചാഞ്ഞു കിടക്കാനോ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ജാഗ്രത വേണമെന്നുള്ള മുന്നറിയിപ്പ് KSEB നൽകിയിട്ടുണ്ട്. പൊട്ടി വീണ ലൈനിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലൊക്കെ വൈദ്യുതി പ്രവാഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തു പോകാനോ സ്പർശിക്കാനോ പാടില്ല എന്ന് KSEB മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ പാലക്കാട് ജില്ല ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സുകൾ പാടില്ല, ട്യൂഷൻ ക്ലാസ്സുകൾ ഉൾപ്പെടെ ഒന്നും വെക്കാൻ പാടില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോഴിക്കോട് മുക്കത്തും ശക്തമായ മഴയിൽ മരം കടപുഴകി വീണതിനാൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ സർവകലാശാല നടത്താനിരുന്ന മുഴുവൻ പരീക്ഷയും മാറ്റിവെച്ചതായിട്ടും നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കുക. ഉരുൾപൊട്ടൽ മേഖലയിലും അതുപോലെ തന്നെ വെള്ളപ്പൊക്ക മേഖലയിലൊക്കെ താമസിക്കുന്ന, പുഴയോര മേഖലയിലൊക്കെ താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത വേണം. പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുക.